ഗായ്സ്, ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മിനി ചോക്കോലാവ കേക്ക് ആണ്. വളരെ സിമ്പിൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കി നോക്കാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിന് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ മാത്രം ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ ആയാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും ഓയിൽ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയില്ലെങ്കിൽ നമ്മൾ എല്ലാതും ഒഴിച്ച് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഓഫ് ആക്കിയിട്ടിട്ട് എല്ലാതും ഒഴിച്ച് കഴിഞ്ഞിട്ട് ഓൺ ആക്കിയാൽ മതി. ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് പകുതി മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിൽ നമുക്ക് ചോക്ലേറ്റിന്റെ ഫില്ലിംഗ് വെക്കാണ്ട് ഫുള്ളായിട്ട് ബാറ്റർ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റൂല. അപ്പൊ പകുതി മാത്രം നിറച്ചു കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ന്യൂട്രലയുടെ സ്പ്രെഡ് ആട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അതിന്റെ ക്യൂബ്സ് ഒക്കെ ഇതിനുള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ബാറ്റർ ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തിരിച്ചിട്ടെടുത്തിട്ട് മറ്റേ സൈഡ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനത്തെ നമ്മൾ പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാം. ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ കുറച്ച് ന്യൂട്രല്ല സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചത് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഈ അടിപൊളി മിനി ചോക്കോലാവ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊന്ന് ചൂടോടെ കഴിക്കണേക്കാളും ചൂടാറി കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അതിനുള്ളിലുള്ള ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആണ്. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു.